You are followers of Narayan Guruji. നിങ്ങളുടെ മൂല്യങ്ങൾ വളരെ ശക്തമാണ്. നിങ്ങൾ തുല്യതയിൽ വിശ്വസിക്കുന്നു, സാമൂഹിക നീതിയിൽ വിശ്വസിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ പിൻഗാമികളാണ്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. And you honor the teachings of all the religions of people who live here. അതുമാത്രമല്ല, ഈ നാട്ടിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ വ്യക്തികളുടെ എല്ലാ മതങ്ങളിലുമുള്ളവരുടെ അവർ പഠിപ്പിച്ചത് എന്താണോ, ആശയങ്ങൾ എന്താണോ, അതിനെ നിങ്ങൾ ഓരോരുത്തരും ആദരിക്കുന്നു. How can I not be the proudest person in India today to have this opportunity to represent you? ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും അഭിമാനമുള്ള വ്യക്തിയായി മാറുന്നത്? വയനാടിനെ പ്രതിനിധീകരിക്കുക, വയനാട്ടിലെ ജനപ്രതിനിധിയാകുന്ന എന്നതിലൂടെ ഇന്ത്യയിലെ ഏറ്റവും അഭിമാനമുള്ള വ്യക്തിയായി എനിക്ക് മാറാതിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന്. If you elect me, it will be the greatest honor for me. നിങ്ങൾ എന്നെ നിങ്ങളുടെ ജനപ്രതിനിധി present on stage, Shri K.C. Venugopal ji, Shri Chennitala ji, and all my Kerala colleagues over here, and all my colleagues from Wayanad as well. I welcome all of you to this meeting, and I want to say how grateful I am for the immense love that all of you are giving me. എന്റെ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ശ്രീ K.C. വേണുഗോപാൽജി, രമേശ് ചെന്നിത്തലജി, അതുപോലെ വേദിയിലുള്ള എന്റെ സഹപ്രവർത്തകരെ, വയനാട്ടിലുള്ള എന്റെ സഹപ്രവർത്തകരെ, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എനിക്ക് നൽകുന്ന ഇത്രയും വലിയ സ്നേഹത്തിന് ഞാൻ എത്രമാത്രം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. A few days ago, I came to Wayanad to file my nomination papers to become the UDF candidate from Wayanad. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വയനാട്ടിൽ എന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ഞാൻ വയനാട്ടിൽ വന്നു. I was arriving in my hotel at around 8 o'clock at night when on this road I saw 3 or 4 people standing, so I stopped and started speaking to them. അന്ന് നാമനിർദ്ദേശ പത്രിക കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നയങ്ങളല്ല. There is no compassion for us. തലേ ദിവസം രാത്രിയില് ഞാൻ ഹോട്ടലിലേക്ക് വരുന്ന വഴിയില് രാത്രിയായിരുന്നു. ആ സമയത്തുള്ള റോഡിൽ 3-4 പേരുണ്ടായിരുന്നു. അവർ നിന്നപ്പോ ഞാൻ അവിടെ നിർത്തി. അവരെന്തോ സംസാരിക്കായിരുന്നു, ഞാൻ അവിടെ നിർത്തി. One of them was from the army. അതിൽ ഒരാൾ ആർമിയിൽ നിന്നുള്ള ആളായിരുന്നു. And he spoke Hindi also, so he explained to me that he had traveled all around the country with his job in the army. അദ്ദേഹത്തിന് ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറയായിരുന്നു, ആർമിയിലായിരുന്ന സമയത്ത് അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിച്ച കാര്യം എന്നോട് പറയുകയായിരുന്നു. And he said that my mother wants to meet you. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് എന്നെ കാണണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. But he said she couldn't walk up to here because she has a problem with her leg. പക്ഷെ അദ്ദേഹം പറഞ്ഞു, റോഡിൽ വരെ പ്രിയങ്കജിയെ കാണാൻ വേണ്ടിയിട്ട് റോഡിൽ വരെ വരാൻ അമ്മയ്ക്ക് പറ്റില്ല, കാരണം അമ്മയുടെ കാലിൽ എന്തോ പ്രശ്നമുണ്ടായിരുന്നു, നടക്കാൻ പറ്റില്ല. So I said, take me to your house. And I walked with him towards his house. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പൊ ശരി, എന്നാ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക്. മണ്ണിലും പൊടിയിലും എല്ലാം കഷ്ടപ്പെടുന്ന നമ്മുടെ കർഷകരായ സഹോദരരോട് യാതൊരു അനുകമ്പയും അനുതാപവും ഈ ഗവൺമെന്റിനില്ല. There is no understanding of the traditions and no respect for the tribal peoples. Their lands are taken away and given away to big businessmen. നമ്മുടെ നാട്ടിലെ ആദിവാസികളുടെ പാരമ്പര്യത്തോട് ബഹുമാനമില്ല. അവരുടെ പാരമ്പര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവരുടെ ഭൂമി എടുത്ത് ഈ രാജ്യത്തെ വൻകിട സമ്പന്നരായ വ്യവസായികൾക്ക് നൽകുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. It is difficult to move forward. Big businessmen flourish and they get all the benefits from the central government. നിങ്ങൾ ഇവിടെ ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്, സാധാരണ കൊച്ചു കൊച്ചു കടകളുണ്ട്, ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. ചരക്ക് സേവന നികുതി പോലെയുള്ള നയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയുള്ള എന്റെ സഹോദരിമാർ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകളാണ്. അതേസമയം ഗവൺമെന്റിന്റെ നയങ്ങൾ എപ്പോഴും സഹായിക്കുന്നത് വലിയ ബിസിനസ്സുകാരെയും അവർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. Unemployment is at an all-time high in the country. നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ വലിയ നിരക്കിലാണ് ഇന്നുള്ളത്. Parents work hard to educate their children, but they see no future for them. നമ്മുടെ മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയാണ്. പക്ഷെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. You have a hub of sports here.
And I know you love soccer, but your facilities are not good enough. They need to be improved. New opportunities need to be created for all these young boys who train so hard and work so hard to play for their state, to play for their country. എനിക്കറിയാം വയനാട്ടിലുള്ള നിങ്ങൾക്ക് സ്പോർട്സ് കായിക വിനോദങ്ങൾ വളരെ ഇഷ്ടമാണ്, ഫുട്ബോൾ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി ഒക്കെ കളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി കൂടുതൽ സംവിധാനങ്ങൾ ആ മേഖലയിൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. And over the years, because of the change in the kind of crops you are growing, you have developed a water issue here as well that needs resolution. അത് മാത്രമല്ല, നിങ്ങൾ വർഷങ്ങളായി പലതരത്തിലുള്ള വിളകൾ നിങ്ങൾ കൃഷി ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജലവുമായിട്ട് ബന്ധപ്പെട്ട്, ജലസേചനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അതും പരിഹരിക്കേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം. The tribal community needs access to healthcare, needs better access to education. You need better houses. അത് മാത്രമല്ല, ഇവിടുത്തെ ആദിവാസി സമൂഹത്തിന് കൂടുതൽ ആരോഗ്യ മേഖലയിൽ കൂടുതൽ പ്രവേശിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം, കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉണ്ടാകണം, അതുപോലെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാവണം. While I was coming here, some girls were standing outside their school. They stopped me and I asked them, what is the biggest thing that you think needs to be done? And they told me again about the medical college. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ കുറച്ച് പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്, ഏറ്റവും അത്യാവശ്യമായി ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി മെഡിക്കൽ കോളേജ് എന്നതാണ്. And how important healthcare services are. എനിക്കറിയാം ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാം. I know my brother has been fighting for it and he has managed, at least with some pressure, to get some progress. But I promise you to fight as hard as him, if not harder, so that they should provide you with the facilities. എനിക്കറിയാം, എന്റെ സഹോദരൻ എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വയനാട്ടുകാർക്ക് ഒരു മെഡിക്കൽ കോളേജ് കിട്ടുന്നതിന് വേണ്ടി എന്റെ സഹോദരൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതിൽ കുറച്ചെങ്കിലും പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് എനിക്ക് കരുതുന്നു. ഞാൻ എന്റെ സഹോദരനെ എത്രമാത്രം വയനാട്ടിലെ മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രവർത്തിച്ചു, അതുപോലെ ശക്തമായി നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ലഭ്യമാക്കാൻ ഞാൻ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. Another gentleman stopped me on the road while coming here and he told me, he said, promise me that you are going to fight about the night ban, because I come from that side and I do not get leave of 2 days and I have to leave at 4 o'clock to be able to come through the forest. He said, promise me you will fight for it. And he said, promise that you will fight to find some resolution, as much as can be done, for the man and animal conflict that we are facing. അത് മാത്രമല്ല, ഞാൻ വഴിയിൽ വരുന്നപ്പോൾ മറ്റൊരാൾ എന്നെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ഉറപ്പ് നൽകൂ, എനിക്ക് വാഗ്ദാനം നൽകൂ, നിങ്ങളാൽ പറ്റുന്നത് ഇവിടുത്തെ യാത്രാ നിരോധനം ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങളാൽ പറ്റുന്നത് ചെയ്യാം എന്ന് എനിക്ക് ഉറപ്പ് നൽകുന്നു. കാരണം എനിക്ക് 2 ദിവസത്തെ ലീവ് കിട്ടുന്നില്ല, കാട്ടിൽ കൂടെ വന്ന് തിരിച്ചു പോകാനുള്ള ലീവ് എനിക്ക് കിട്ടുന്നില്ല. അതുപോലെ നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകുന്നു, ഉറപ്പ് നൽകണം, ഇവിടുത്തെ വന്യജീവി സംഘർഷം ഇല്ലാതാക്കാനും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ പ്രവർത്തിക്കാം എന്ന് എനിക്ക് ഉറപ്പ് നൽകണമെന്ന് ആ മനുഷ്യൻ എന്നോട് ആവശ്യപ്പെട്ടു. So I am beginning to get an understanding of what are the real issues here and what are the things that are really close to your heart that you want resolution for. ഈ സംസാരത്തിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ് വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങളുടെ മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായി പരിഹരിക്കേണ്ട നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ്. But this is just the beginning for me. I want to come to you, I want to meet you, understand from you, my sisters standing here, my brothers, my farmer brothers, my tribal brothers and sisters. I want to hear from you directly what are your concerns, how we should work towards it and find solutions together with you. പക്ഷേ ഇതെനിക്കൊരു തുടക്കം മാത്രമാണ്. ഞാൻ ഇവിടെ നിൽക്കുന്ന നിങ്ങളോട്, ഇവിടെ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, ഇവിടെ എൻ്റെ സഹോദരിമാർ, അതുപോലെ തന്നെ കർഷകരായ എൻ്റെ സഹോദരൻ, അതുപോലെ ആദിവാസികളായ സഹോദരൻ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്ത് വന്ന് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. I understand what my responsibility is. When I see you all standing here and you have come here to hear me speak, I know that you are coming here out of love for my brother also. എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് കൃത്യമായി അറിയാം, വ്യക്തമായി അറിയാം. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഇന്ന് സ്നേഹത്തോടു കൂടി എന്നെ കേൾക്കാൻ വന്നു നിൽക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ ഇവിടെ വന്നു നിൽക്കുന്നത് എൻ്റെ സഹോദരനോടുള്ള സ്നേഹം കൂടി കൊണ്ടാണെന്ന് എനിക്ക് വളരെ നന്നായി അറിയാം. I am his sister. I know what a heavy heart he had when he had to leave you. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. Venuji is laughing, he also knows. നിങ്ങളെ വയനാട്ടിലെ മണ്ഡലം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ
വയനാട്ടിലെ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രമാത്രം ദുഃഖമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. വേണുജി ചിരിക്കുകയാണ്, കാരണം അദ്ദേഹത്തിനും അതിനെപ്പറ്റി അറിയാം. You gave him love when everybody had turned their back on him. എല്ലാവരും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന് സ്നേഹം നൽകി. It is you, each one of you, each one standing here, each person who lives in Wayanad, every brother, every sister, every child, every mother, every father who gave him the courage to walk 4,000 kilometers and travel another 4,000 kilometers across this country for unity and peace. അത് മാത്രമല്ല, ഇത് നിങ്ങൾ ഓരോരുത്തരുമാണ്. വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരുമാണ്. വയനാട്ടിലെ ഓരോ അച്ഛനും, വയനാട്ടിലെ ഓരോ അമ്മയും, വയനാട്ടിലെ ഓരോ കുഞ്ഞും, വയനാട്ടിലെ ഓരോ കർഷകരും, നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ രാജ്യത്തിന്റെ 4000 കിലോമീറ്റർ ഈ രാജ്യം മുഴുവൻ നടക്കാൻ, മറ്റൊരു 4000 കിലോമീറ്റർ ഈ രാജ്യം മുഴുവൻ നടക്കാൻ, ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി പോരാടാനുള്ള ധൈര്യം എന്റെ സഹോദരന് നൽകിയത് വയനാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരുമാണ്. He has a deep relationship with you. He even tells me, not just in public, in private also he tells me that you are his family. He does not treat you like an electorate, he treats you like a family. അദ്ദേഹത്തിന് നിങ്ങളോട് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട്. പൊതുവേദിയിൽ മാത്രമല്ല, സ്വകാര്യമായിട്ട് അദ്ദേഹം എന്നോട് പറയും. നിങ്ങളെ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന സമ്മതിദായകരായിട്ടല്ല, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ആളുകളായിട്ടല്ല, വയനാട്ടുകാരെ സ്വന്തം കുടുംബമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. Today we are fighting a very big battle. ഇന്ന് നമ്മൾ വലിയൊരു യുദ്ധമാണ്, നമ്മൾ ഇന്ന് പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. And he is leading that battle. ആ യുദ്ധം, ആ പോരാട്ടത്തെ നയിക്കുന്നത് എന്റെ സഹോദരനായ അദ്ദേഹമാണ്. And all of us are fighting for the values on which this country was built. നമ്മൾ എല്ലാവരും ഇന്ന് പോരാടുന്നത് ഈ രാജ്യം ഏത് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. We are fighting for the values of our constitution. നമ്മൾ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. Today we are fighting for democracy. നമ്മൾ ജനാധിപത്യത്തിന് വേണ്ടിയാണ് ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. Today we are fighting for equality. നമ്മൾ ഇന്ന് തുല്യതയ്ക്ക് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. Today we are fighting for the truth. നമ്മൾ ഇന്ന് സത്യത്തിന് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. And each one of you is an important soldier in this fight. ഈ പോരാട്ടത്തിൽ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിലെ ഓരോ പോരാട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭടനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So please understand that along with me you also have a responsibility towards your country. നിങ്ങൾ പ്രധാനപ്പെട്ടതായി ഒന്ന് മനസ്സിലാക്കുക, എന്നോടൊപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാജ്യത്തോട് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. Because if there is a time to stand for what is right, if there is a time to stand for the truth, if there is a time to stand up for democracy, it is now. എപ്പോഴെങ്കിലും ഈ രാജ്യത്ത് സത്യത്തിന് വേണ്ടി നിൽക്കേണ്ട ഒരു സമയമുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഈ രാജ്യത്ത് ശരിക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു സമയമുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഈ രാജ്യത്ത് ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അത് ഇന്നാണ്, ഈ സമയമാണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And each one of you with this one vote of yours can stand up for the right thing. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭ്യമായ ഈ ഒരു വോട്ട് കൊണ്ട് എന്താണ് ശരി, ആ ശരിക്ക് വേണ്ടി നിലനിൽക്കാൻ സാധിക്കും. So somebody asked me, one journalist, while I was coming here, what is your expectation, Priyanka ji? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, പ്രിയങ്കാജി താങ്കളുടെ പ്രതീക്ഷ എന്താണ്? And he was saying, so many lakh votes, that is not my expectation. അദ്ദേഹം പറയായിരുന്നു, ഇത്ര ലക്ഷം വോട്ടുകൾ. ഞാൻ പറയാം, എന്റെ പ്രതീക്ഷ അതൊന്നുമല്ല. My expectation is simply that you look within your hearts. എന്റെ